Hello, children. The topic for today is resources and development. This is your first lesson of geography. Okay, resources ne പറ്റി പറയുകയാണെങ്കിൽ let us first begin with talking about human beings. നമ്മൾ മനുഷ്യന്മാരല്ല നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. We need a nice luxury house, we need a luxury car, we good luxury food, everything nice we need, no? അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? There is some resources from which we are getting everything that we are needing. Obviously, we are making it, but the basic thing is available for us. Correct? Appo this and all are called resources that we make use of for our own benefit. Appo resources ne pattittu parayanengil something that which we can make use of. Okay, for further a developed life. That is called resource. But anything and everything can we make use of? No. There is a certain criteria. അതെന്താണ്? ഇപ്പോൾ ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഇഫ് ദർ ഇസ് എ ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കോളിൻ്റെ റിസോഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ഈ കോൾ ഇസ് എ വെരി പ്രഷ്യസ് റിസോഴ്സ്, നോ? യു ക്യാൻ യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് സോ മച്ച് എനർജി ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു സീ, ഈ കോൾ അവിടെ ഉള്ളത് ഡു യു ഹാവ് ദ ടെക്നോളജി ടു ഡിഗ് ഇൻ ടു ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഔട്ട്? ആ ടെക്നോളജി നമ്മളടുത്ത് ഉണ്ടോ? ആ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെടുക്കാനുള്ള സംഭവമൊക്കെ? സോ വി ഷുഡ് സേ ദാറ്റ് റിസോഴ്സസ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ദാറ്റ് ഷുഡ് ബി ടെക്നോളജിക്കലി ആക്സസിബിൾ. ടെക്നോളജിക്കലി യു ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ഇറ്റ് ഔട്ട്. സെക്കൻഡ് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഇത്രയും ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കുറേ ചിലവിൻ്റെ പരിപാടിയല്ലേ അത്? അപ്പോൾ അത്രയും ചിലവാക്കിയിട്ട് കിട്ടാൻ പോകുന്ന റിസോഴ്സ് നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റബിൾ ആവോ? സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ് യു ഹാവ് ടു സീ വെദർ ഇറ്റ് ഈസ് എക്കണോമിക്കലി ഫീസിബിൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ദ മണി ദാറ്റ് യു സ്പെൻഡ് ഇൻ ഗെറ്റിംഗ് ഇറ്റ് ഔട്ട്, ക്യാൻ യു കവർ ഇറ്റ് ഫ്രം ദ പ്രോഫിറ്റ് ദാറ്റ് യു മേക്ക് ഫ്രം ഇറ്റ്? ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് എക്കണോമിക്കലി ഫീസിബിൾ. ഇനിയൊരു കാര്യം നോക്കണം, ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞ, ഈ കോൾ കണ്ടുപിടിച്ച എവിടെയാണ്? ഒരു ടെമ്പിളിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ കൾച്ചറൽ അക്സെപ്റ്റബിലിറ്റി ഉണ്ടോ എന്ന് നോക്കൽ എങ്ങനെയാണ്? ഇപ്പോൾ ടെമ്പിൾ ആയതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് നിങ്ങൾ റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഫുൾ ടെമ്പിളിനെ പൊട്ടിച്ച് അവിടുത്തെ സ്ഥലത്തിനൊക്കെ റീമേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, ലോക്കൽ കമ്മ്യൂണിറ്റി, അവർ അതിനെ സമ്മതിക്കുമോ? ടെമ്പിളൊക്കെ പറഞ്ഞാൽ ദേ ഹാവ് എൻ ഇമോഷണൽ ബോണ്ടിങ് വിത്ത് ദാറ്റ് പ്ലേസ്. വിൽ ദേ അലൗ യു ടു ബ്രേക്ക് ദാറ്റ് ടെമ്പിൾ സോ ദാറ്റ് യു ക്യാൻ ടേക്ക് ഔട്ട് ദ റിസോഴ്സ് ആൻഡ് ഓൾ ദാറ്റ്? അപ്പോൾ അങ്ങനത്തെ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അവിടുത്തെ കൾച്ചറൽ ആക്സസിബിലിറ്റി ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് മേജർ ഡെഫിനിഷൻ ഫോർ റിസോഴ്സസ്. ലെറ്റ് us see. Everything available in our environment which can be used to satisfy our needs, provided it is technologically accessible, economically feasible, culturally acceptable, can be termed as resource. അപ്പോൾ ഈ ഡെഫിനിഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ലെസണിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. ഓക്കെ, വി ഹാവ് ടു ടോക്ക് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, പ്ലാനിങ് ഓഫ് റിസോഴ്സസ്, ലാൻഡ് ആസ് എ റിസോഴ്സ്, സോയിൽ ആസ് എ റിസോഴ്സ്. റിസോഴ്സസിനെ പറ്റി ഇനിയൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ദേ ആർ നോട്ട് ഫ്രീ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ. മീൻസ് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് അങ്ങനെ ആ രീതിയിലല്ല നേച്ചറിലുള്ളത്. വി ഹാവ് ടു മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ അവർ സെൽഫ്. അപ്പോൾ ദർ ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ടു മേക്ക് റിസോഴ്സ് അവൈലബിൾ. So we can say that human beings transform the material available in our environment into resources and then use them. Okay. Now let us talk about classification of resources. Classification means എന്താ? ഗ്രൂപ്പ് ചെയ്യുക. കുറേ റിസോഴ്സസ് ഉണ്ടാവില്ല, അവരെ പല രീതിയിൽ നമുക്ക് വേറെ വേറെ ഗ്രൂപ്പായിട്ട് തിരിക്കാം. അപ്പോൾ what your textbook says, there are 4 ways in which you can classify resources. First way is on the basis of origin. Second is on the basis of exhaustibility. Third is on the basis of ownership. And fourth is on the basis of status of development. These are the 4 ways on the basis of which you can classify resources. Let us see one by one. Classification of resources on the basis of origin. അപ്പോൾ ഒറിജിൻ മീൻസ് അവർ എവിടുന്ന റിസോഴ്സസ് നമ്മൾ എവിടുന്ന എടുക്കുന്നത്, ഓൺ ദാറ്റ് ബേസിസ് അവർ എവിടുന്ന ഉണ്ടായത്, on the basis of origin. On that basis you can classify resources as biotic and abiotic. ഇത് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ.
Biotic refers to getting something from a living source. Abiotic is something that is a non-living source. അപ്പോൾ ബയോട്ടിക്കിൽ എന്തൊക്കെ പെടും? ഹ്യൂമൻ ബീങ്സ് ഒരു വലിയ റിസോഴ്സാണ്, ഹ്യൂമൻ റിസോഴ്സ്. അതേപോലെ ആനിമൽ റിസോഴ്സ്, പ്ലാന്റ് റിസോഴ്സ്, അതൊക്കെ ബയോട്ടിക്കിൽ പെടും. എബയോട്ടിക്കിൽ എന്തൊക്കെ പെടും? യുവർ നോൺ ലിവിങ് റിസോഴ്സ് ലൈക്ക് യുവർ മിനറൽ, സോയിൽ, ലാൻഡ്, water, air, all that are non-living resources. So this is how you classify on the basis of origin. Now we can again classify resources on the basis of their exhaustibility. അവർ എങ്ങനെ തീർന്നതിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ റിസോഴ്സസ് ഏതാണ്? ദ റിസോഴ്സസ് വിച്ച് റീപ്ലനിഷ്, ദേ കം അഗൈൻ ആൻഡ് അഗൈൻ, വിത്ത് ദ യൂസ് ദേ ആർ റീഫോംഡ്. Okay, such resources are called renewable resources. They are renewed by physical and chemical or mechanical process and they are replenished. Okay, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ നോക്കാം? വിൻഡ് ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, വാട്ടർ എനർജി, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്താണ്? സംതിങ് വിച്ച് വൺ യൂസ്ഡ് ഇറ്റ് ഫിനിഷസ്, ഇറ്റ് ഈസ് നോട്ട് റീഫോമിങ്, ഇറ്റ് ഈസ് നോട്ട് റീപ്ലെനിഷിങ്. ഈവൻ ഇഫ് ഇറ്റ് റീപ്ലെനിഷസ് ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ അതിനെ പറയാം നോൺ റിന്യൂവബിൾ റിസോഴ്സ്. For example, you have your fossil fuels, coal, petroleum and all that. These are non-renewable resources. Now let us see how resources are divided on the basis of ownership. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ റിസോഴ്സസ്. ഇൻഡിവിജ്വൽ റിസോഴ്സസിൻ്റെ അർത്ഥം എന്താ? എ റിസോഴ്സ് വിച്ച് ഇസ് ഓഡ് പ്രൈവറ്റ്ലി ബൈ ആൻ ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫാർമർ ഉണ്ട്, ആ ഫാർമർ ഒരു ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഹിസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. Or else a person is having a car or house and all that property that he owns privately. അതിനെ പറയാം ഇൻഡിവിജ്വൽ റിസോഴ്സ്. അതേ സ്ഥാനത്ത് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്തിനാ പറയുക? ആ പ്രദേശത്തിൽ താമസിക്കുന്ന ആൾക്കാർ, ആ കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ടുള്ള ഒരു റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ടോക്ക് അബൌട്ട് ടെമ്പിൾസ് ഓർ മോസ്ക്സ് ആൻഡ് ദെൻ യു ക്യാൻ ടോക്ക് അബൌട്ട് ബറിയൽ ഗ്രൗണ്ട്സ്, പാർക്ക്. അതൊക്കെ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആണ്, എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. ദെൻ യു ഹാവ് നെക്സ്റ്റ്, ദാറ്റ് ഈസ് നാഷണൽ റിസോഴ്സ്. നാഷണൽ റിസോഴ്സ് എന്താണ്? ഒരു നേഷൻ്റെ അണ്ടറിൽ വരുന്ന റിസോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് മനസ്സിൽ വരാം, നേഷൻ അണ്ടറിൽ വരുന്ന ഇൻഡിവിജ്വലും കമ്മ്യൂണിറ്റിയും, അപ്പോൾ അതൊക്കെ നാഷണൽ റിസോഴ്സിൽ പെടോ? അപ്പോൾ ആൻസർ യെസ് ആണ്. നാഷണൽ റിസോഴ്സിൽ മീൻസ് ഈ ഫുൾ കൺട്രിയിലുള്ള സംഭവങ്ങളൊക്കെ നാഷണലിന് റിസോഴ്സായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നാഷണൽ ഗവൺമെൻറ് വന്ന് നമ്മൾ ഫോർ ദ പബ്ലിക് ബെനിഫിറ്റ് ഇഫ് ദേ പ്ലാൻ സംതിങ്, അപ്പോൾ ദേ ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ദ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ന്യൂ റെയിൽവേ ലൈൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോളി, ഫ്രം സേ കേരള ടു ബോംബെ. സോ ഇൻ ദാറ്റ് പ്ലേസ് എ ന്യൂ ട്രാക്ക് വെൻ ദേ മേക്ക്, അപ്പോൾ ആ വഴി കൂടി വരുന്ന ആൾക്കാർ അത് അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, നമ്മൾ തരൂല, നിങ്ങൾ വഴി മാറ്റിക്കൊണ്ടേക്കോളി എന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഈസ് എ ഡിസിഷൻ ഓഫ് ദ നാഷണൽ ഗവൺമെൻറ്. അപ്പോൾ അവർക്ക് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിട്ട് കൊടുക്കേണ്ടി വരും. സോ ഫൈനലി എവറിത്തിങ് ബിലോങ്സ് ടു ദ നേഷൻ ഓൺലി. അപ്പോൾ വാട്ട് എവർ ഇസ് ദെയർ ഇൻ ദ ഗിവൻ ബൗണ്ടറീസ്, വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ നേഷൻ, ഇറ്റ് ബിലോങ്സ് ആസ് എ റിസോഴ്സ് ഫോർ ദ നേഷൻ ഓൺലി. പിന്നെ when you're talking about oceanic boundaries, means there is immediate distance of about 12 nautical miles. അതിൻ്റെ അർത്ഥം ഒരു 12.2 kilometers ലാൻഡ് അവസാനിച്ച് സീ തുടങ്ങുകയാണെന്ന് വിചാരിച്ചോളി. സോ ദ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 12 kilometers ഫ്രം ദ ലാൻഡ് ടു സീ, അവിടെയാണ് ബോർഡർ വരിക. ദാറ്റ് വാട്ടർ ബിലോങ്സ് ടു ദാറ്റ് കൺട്രി. അത്ര വരെ ഉള്ള വാട്ടർ ബിലോങ്സ് ടു ദാറ്റ് കൺട്രി. ഇപ്പോൾ ബിയോണ്ട് ദാറ്റ് വാട്ട് വി ക്യാൻ സേ, അതിൽ ഈ കൺട്രി അവകാശം പറയാൻ പറ്റില്ല. 12.2 കിലോമീറ്ററിൻ്റെ അധികം ഉണ്ടെങ്കിൽ ദിസ് കൺട്രി കനോട്ട് ക്ലെയിം അതോറിറ്റി ഓൺ സേ ഇറ്റ് ഈസ് അവർ വാട്ടേഴ്സ്, നോ. ഇനി ഫൈനലി വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ഇൻ്റർനാഷണൽ റിസോഴ്സ്. ഇൻ്റർനാഷണൽ റിസോഴ്സ് എന്താണ്? ഈ ഫുൾ നാഷണൽ റിസോഴ്സ് കഴിഞ്ഞിട്ടും ബാക്കി വരുന്ന സ്ഥലം. ഫോർ എക്സാമ്പിൾ, 12 നോട്ടിക്കൽ മൈൽസ് അല്ല, 200 നോട്ടിക്കൽ മൈൽസ് വെച്ച് പറയുന്നത്. ഒരു കൺട്രീൻ്റെ ലാൻഡിലെ പ്രോബ്ലം ഇല്ല, അത് ഫുള്ള് ആ കൺട്രിക്ക് തന്നെ ബിലോങ് ചെയ്യും. ഈ ഓഷ്യനാണ് പിന്നെ പ്രോബ്ലം വരിക. ആ കൺട്രി കഴിഞ്ഞിട്ട് ഒരു 12 നോട്ടിക്കൽ മൈൽസ് വരെ ആ കൺട്രിക്ക് തന്നെ ബിലോങ് ചെയ്യും. ബിയോണ്ട് ദാറ്റ് ദർ ഇസ് സം ഏരിയ, ആ ഏരിയനെ പറയുക എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എത്ര മൈൽസ് വരെ ഉണ്ടറിയോ? ടു 200 മൈൽസ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ എന്തെങ്കിലും റിസോഴ്സസ് കണ്ടെത്തിയാൽ അതിന് വേറെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുകയാണെങ്കിൽ ഈ ഫുൾ ഇൻ്റർനാഷണൽ യുണൈറ്റഡ് നേഷൻസിനോടൊക്കെ ചോദിച്ചിട്ട് പെർമിഷൻ വാങ്ങി ഈ കൺട്രിക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ അത്ര ഏരിയ ഈ കൺട്രിക്ക് തന്നെ പെടും. ഓക്കെ, പക്ഷെ വിത്ത് ദ പെർമിഷൻസ് ദേ ക്യാൻ യൂസ്. ആ 200 നോട്ടിക്കൽ മൈൽസിൻ്റെ ബിയോണ്ടുള്ള സ്ഥലം അത് നമ്മൾ വിചാരിക്കും എന്താ അതായിരിക്കും ഇൻ്റർനാഷണൽ റിസോഴ്സ് ആർക്കും ഉപയോഗിക്കാമെന്ന്. പക്ഷെ നോ, ദറ്റ് ഈസ് എ പ്ലേസ് വിച്ച് നോ ബഡി ക്യാൻ യൂസ് എക്സെപ്റ്റ് ആഫ്റ്റർ ഡിസ്കഷൻ വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ് ആൻഡ് അഗ്രിമെൻറ്റ് ബൈ ഓൾ ദ അതർ കൺട്രീസ്. എന്നാലേ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ പറയാം ഇൻ്റർനാഷണൽ റിസോഴ്സ്. ഓക്കെ, hope this is clear. Okay, now let us see how resources are divided on the basis of status of development. Means അവർ ഏത് ഘട്ടത്തിലാണ്, ഡെവലപ്മെൻറ്റിൽ ഏത് ഘട്ടത്തിലാണ്, അതിനനുസരിച്ച് you can divide or classify resources. For example, first you have potential resources. Potential resources means you know that can be used as a resource but you have not used it yet. ഇപ്പോൾ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഇൻ ഫ്യൂച്ചർ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് റിസോഴ്സ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ തൊട്ടിട്ട് കളിച്ചിട്ടില്ല. യു ഹാവ് നോട്ട് കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു എ റിസോഴ്സ് റൈറ്റ് നൗ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാജസ്ഥാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു ഫുൾ 100% ആയിട്ട് ഇനി നമ്മൾ ആ റിസോഴ്സിന് യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ. സിമിലർലി ലൈക്ക് ഗുജറാത്ത് ആൻഡ് ഓൾ നല്ല വിൻഡ് എനർജി അവൈലബിൾ ആണ്. But it is not yet harnessed to the 100% capacity. So we say it is a potential resource. Future lo oru kai nokam. Next we say talk about developed resource. ഡെവലപ്ഡ് മീൻസ് ഒരു നമ്മൾ റിസോഴ്സ് പൊട്ടൻഷ്യലാണ് നമുക്കറിയാം, നമ്മൾ അതിൻ്റെ ടെക്നോളജി ഒക്കെ റെഡിയാക്കി അതിൻ്റെ സർവേ ഒക്കെ നടത്തി എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാം. വി ആർ കണ്ടിന്യൂയിങ്ലി യൂസിങ് ഓൾസോ. അപ്പോൾ അതിന് അങ്ങനത്തെ റിസോഴ്സസിനെ പറയാം ഡെവലപ്ഡ് റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കോൾ, നമ്മൾ ഇന്ത്യയിൽ എത്ര കോൾ ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു യൂസ്, ഹൗ ടു യൂസ് ഇറ്റ്, അതിനുള്ള ആവശ്യമുള്ള ടെക്നോളജി, അതിൻ്റെ എത്ര എക്സ്പെൻഡിച്ചർ വരും, അതൊക്കെ വി ഹാവ് ഡിറ്റർമൈൻഡ്. So we call it as a developed resource. Next you have stock resource. Stock resource in artham endane, which includes it can be as of a stock. Means namakariya hydrogen and very flammable aanu, nalla energy resource aanu. പക്ഷെ നമുക്ക് ഇതുവരെ അതിൻ്റെ ടെക്നോളജി അറിയില്ല, അതിനെ എങ്ങനെ യൂസ് ചെയ്യണോ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ റിസോഴ്സ് വിച്ച് നോ ഇറ്റ് ഈസ് അവൈലബിൾ ആസ് എ റിസോഴ്സ്, പക്ഷേ നമുക്ക് അതിനെ പറ്റിയിട്ട് ടെക്നോളജി ഒന്നും അറിയില്ല, അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ദാറ്റ് റിസോഴ്സ് വി കോൾ ആസ് എ സ്റ്റോക്ക് റിസോഴ്സ്. ആൻഡ് ദെൻ ലാസ്റ്റ് യു ഹാവ് എ റിസർവ് റിസോഴ്സ്. ഇപ്പോൾ ഇത് റിസർവ് റിസോഴ്സിൽ എന്തൊക്കെ പെടും? വി നോ ദ ടെക്നോളജി ഈസ് ഓൾസോ ദെയർ, വി നോ ഇറ്റ് ഈസ് എ റിസോഴ്സ്, ബട്ട് ദെൻ വി ആർ നോട്ട് യൂസിങ് ഇറ്റ്, വി ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻസ്, വി ആർ സേവിങ് ഇറ്റ് ഫോർ ലേറ്റർ. അങ്ങനത്തെ റിസോഴ്സസിനെ പറയാം റിസർവ്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഉണ്ട്, നമുക്ക് വാട്ടർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാം, ഡാംസ് ഉണ്ട്, അതിൻ്റെ ടെക്നോളജിയും ഉണ്ട്, അത് എക്കണോമിക്കലി ഫീസിബിളും ആണ്. പക്ഷെ എല്ലാ സ്ഥലത്തും നമ്മളത് ചെയ്യുന്നില്ല. Why? Because we are keeping it for future. We can do it whenever the need arises. അപ്പോൾ അതിനെ പറയാം റിസർവ് ടൈപ്പ് ഓഫ് റിസോഴ്സ്. Okay, now this is the overall classification that is on the basis of origin, on the basis of exhaustibility, on the basis of ownership, on the basis of status of development. Okay, അപ്പോൾ children, this is a very easy concept. Hope you all understood. Okay, next topic in your textbook is about development of resources. ഈ ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസിനെ പറ്റി പറയുമ്പം ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താ, ഈ റിസോഴ്സ് ആസ് ആൻഡ് വെൻ വി ആർ യൂസിങ് ഇറ്റ് കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ട് ആൾ ആർ ദേ? First is depletion of resource. When a single country or an individual owner അവരുടെ കൈൻ്റെ അടിയിൽ ഈ റിസോഴ്സസ് വന്നാൽ ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ ആണ് റിസോഴ്സസിന് നടക്കുക. അവർ ടു സാറ്റിസ്ഫൈ ദെയർ ഗ്രീഡ്സ് ദേ യൂസ് ഇറ്റ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അപ്പോൾ റിസോഴ്സ് ഡിപ്ലീഷൻ വരും. ഡിപ്ലീഷൻ മീൻസ് ഇറ്റ് വിൽ ടെൻഡ് ടു ഗെറ്റ് ഓവർ. അതിൻ്റെ ലോജിക്കലും എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്താലേ റിസോഴ്സ് നീണ്ടു നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ ആവുമ്പം വെൻ പവർ കംസ് അണ്ടർ ദ ഹാൻഡ് ഓഫ് എ single country or single ownership, then there is depletion of resources.
പിന്നെ എന്താവാൻ സാധ്യതയുണ്ട്? അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഫ്യൂ ഹാൻഡ്സ് വിച്ച് ഡിവൈഡഡ് ദ സൊസൈറ്റി ഇൻ ടു റിച്ച് ആൻഡ് പുവർ. അപ്പോൾ ഇങ്ങനെ റിസോഴ്സസ് ചില ആൾക്കാരുടെ കയ്യിൽ വന്നാൽ എന്താ, അവർ ഭയങ്കര റിച്ച് ആയിക്കൊണ്ടേ നിൽക്കും. റെസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി, റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി വിൽ ടെൻ ടു ബിക്കം പുവർ. അപ്പോൾ ഒരു കൺട്രിയിൽ റിച്ച് പീപ്പിൾ, പുവർ പീപ്പിൾ അങ്ങനത്തെ ഡിഫറൻസസ് വരും. അതൊരു മേജർ പ്രോബ്ലമാണ്. ആൻഡ് ഫൈനലി യു ഹാവ് ഗ്ലോബൽ എക്കോളജിക്കൽ ക്രൈസിസ്. ഇങ്ങനത്തെ റിസോഴ്സിൻ്റെ അൺലിമിറ്റഡ് യൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ട്. അതൊക്കെ ഗ്ലോബൽ ക്രൈസിസ് ആണ്, എക്കോളജിക്കൽ ക്രൈസിസ്. അപ്പോൾ ദിസ് ആൻഡ് ഓൾ ഈസ് ബിക്കോസ് ഓഫ് ദറ്റ് വെൻ വി ട്രൈ ടു ഡെവലപ്പ് അവർ റിസോഴ്സസ്, ദിസ് ആർ ദ മേജർ പ്രോബ്ലംസ് വി ഫേസ്. അപ്പോൾ ഇതിൻ്റെ വൺ ഓഫ് സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്? യു കൺസിഡർ ദ ഫ്യൂച്ചർ. ഇനി നാളത്തേക്കും റിസോഴ്സസ് ആവശ്യമുണ്ട്. സോ യു ടേക്ക് കെയർ ഓഫ് ദ എൻവയറമെൻറ്റ് ആൻഡ് യൂസ് ദ റിസോഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ആർ നോട്ട് കോംപ്രമൈസിങ് വിത്ത് യുവർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുക? ഡെവലപ്മെൻറ്റ് ഷുഡ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയറമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ പ്രസൻറ്റ് ഷുഡ് നോട്ട് കോംപ്രമൈസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. ഈ കോൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതൊക്കെ മനസ്സിലായതിൻ്റെ ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? റിസോഴ്സസ് ഉണ്ട്, അത് നമുക്ക് യൂസൊക്കെ ചെയ്യണം, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കണം. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ആ പ്രോപ്പർ പ്ലാനിങ്. നിങ്ങൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ് നിങ്ങളടുത്ത് ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് എ നെക്സ്റ്റ് ടോപ്പിക്, that is resource planning. That we'll do in the next video. So this much for now. Okay children, hope you all understood. Bye.